എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയൊരു ഇഞ്ചി കറിയാണ് കേട്ടോ. ഇഞ്ചി കറി പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് സദ്യക്കൊന്നും മാത്രമല്ല, നല്ല ചൂട് ചോറിൻ്റെയൊക്കെ കൂടെ ഈ ഒരു കറി മാത്രം മതി, അത്രയും ടേസ്റ്റ് ആണ്. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ അതിനായിട്ട് വളരെ കനം കുറഞ്ഞ് 200 ഗ്രാം അളവിൽ ഇഞ്ചി ഞാനൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരേ കനത്തിൽ കനം കുറഞ്ഞ് ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതങ്ങ് ഫ്രൈ ആയി കിട്ടും. 200 ഗ്രാം എന്നുള്ളത് ആ ഒരു ഇഞ്ചിയുടെ തൊലിയൊക്കെ കളയുന്നതിന് മുമ്പുള്ള അളവാണ് കേട്ടോ. ഇനി ഒരു പാത്രത്തിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഇഞ്ചി ഒന്ന് വറുത്തിട്ടെടുക്കാം. ഇഞ്ചി ഞാനിവിടെ 2 തവണയായിട്ടാണ് കേട്ടോ ഒന്ന് വറുത്തിട്ടെടുക്കുന്നത്. ഇഞ്ചി നമ്മൾ ഇതുപോലെ വറുത്തെടുക്കുന്ന സമയത്ത് ഇത് ഒരുപാടങ്ങ് മൂത്ത് ഒത്തിരി അങ്ങ് ഡാർക്ക് കളറായി പോകരുത്. കറക്റ്റ് ഒരു പാകത്തിന് നമ്മൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് നന്നായിട്ട് ഇഞ്ചി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ഇഞ്ചിയും കൂടി ഇതിലേക്ക് ഞാനൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. രണ്ടാമത് ഇട്ട് കൊടുത്ത് ഈ ഒരു ഇഞ്ചി അത്യാവശ്യം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 7 ചെറിയുള്ളി ഇതുപോലെ ചെറിയതാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ആ ഒരു ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് കട്ട് ചെയ്തതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടി നമുക്കൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇതെല്ലാം തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു എണ്ണയ്ക്കകത്ത് കോരി മാറ്റാം. ഇനി ഈ ഒരു എണ്ണയിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ഇതുപോലെ തീരെ നൈസാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അത് നമുക്കിട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. തേങ്ങ നമ്മൾ പൊടിച്ചിട്ട് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ കുറച്ച് തേങ്ങ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇഞ്ചിക്കറി കൂട്ടുന്ന സമയത്ത് ഒരു തേങ്ങ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇനി ഇതുപോലെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്കൊരു 3/4 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ആ തേങ്ങ ഒന്ന് വറുത്തിട്ടെടുക്കാം. തീ നന്നായി കുറച്ച് വെച്ച് കൊടുത്ത് തേങ്ങ എല്ലാം തന്നെ നന്നായിട്ട് ഫ്രൈ ആയി വരുന്ന രീതിയിൽ വേണം നമ്മളിത് വറുത്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീ നന്നായി കുറച്ച് വെച്ച് കൊടുത്ത് ഇതുപോലെ ഇളക്കി നന്നായിട്ട് നമ്മൾ തേങ്ങ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു തേങ്ങ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ വറുത്തെടുത്തിരിക്കുന്ന ഈ ഒരു തേങ്ങ മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് പൊടിച്ചിട്ടെടുക്കുക. ഇത് കണ്ടില്ല, തേങ്ങ നല്ല പോലെ തന്നെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ടത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ആ ഒരു ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെയാണ്. ഇത് നമ്മൾ പൊടിച്ചിട്ടെടുക്കേണ്ടത് നല്ല ഫൈനായിട്ടല്ല, ചെറിയൊരു തരിതരിപ്പ് പോലെ വേണം നമ്മൾ ഇതുപോലൊന്ന് പൊടിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം തേങ്ങയും ആ ഒരു ഇഞ്ചിയും രണ്ടായിട്ട് പൊടിച്ചിട്ടെടുക്കുക. തേങ്ങ നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടെടുക്കുക. ഇതുപോലെ ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ വാളൻപുളി എടുത്തിട്ട് ഒരു 3/4 കപ്പ് അളവിൽ വെള്ളത്തിൽ നന്നായിട്ട് ഞാനൊന്ന് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്ന എണ്ണ തന്നെ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്കൊരു 3 വറ്റൽമുളകും അതുപോലെ തന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തതും ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. തീ നന്നായി കുറച്ച് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഫ്ലെയിം ഇപ്പോൾ ഓഫ് ചെയ്താലും കുഴപ്പമില്ല. പിന്നീട് നമ്മൾ ആ ഒരു പൊടി ചേർത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ അളവിൽ ഇതിലേക്ക് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം മുഴുവനും ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പുളിവെള്ളം ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് 1/2 കപ്പ് അളവിൽ നല്ല ചൂട് വെള്ളം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൂട് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഒരു തരിതരി പോലെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഒരു ഇഞ്ചി എല്ലാം ചേർത്ത് കൊടുക്കേണ്ടത്. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിരിക്കുന്ന ഒരു തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഒരു തേങ്ങാക്കൊത്തും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയിട്ടെടുക്കാം. ഇനി ഇഞ്ചിക്കറിക്ക് അത്യാവശ്യം ഒരു മധുരവും വേണം, എങ്കിലേ ഒരു ടേസ്റ്റ് അങ്ങ് ബാലൻസ് ആവത്തുള്ളൂ. ഇതിലേക്ക് ഞാൻ 3.5 ടേബിൾ സ്പൂൺ അളവിൽ ഇതുപോലെ ശർക്കര പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ ശർക്കരപ്പൊടി ഒരു 3.5 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതിനെ നന്നായിട്ടൊന്ന് തിളച്ച് അത്യാവശ്യം ഇതൊന്ന് കുറുകി നമുക്ക് കിട്ടണം. അപ്പോൾ ആ ഒരു പരുവാവുന്ന വരെ നമുക്കിതൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലിപ്പോൾ ഒരു ഉപ്പും ആ ഒരു ശർക്കരയൊക്കെ കറക്റ്റ് ഒരു പാകത്തിനാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ ഈ ഒരു പരുവത്തിനൊന്ന് കുറുകി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഞ്ചിക്കറിയാണ് കേട്ടോ. സദ്യക്കൊപ്പം അതുപോലെ തന്നെ വെറുതെ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനാണെങ്കിലും നല്ല കിട്ടില്ലൻ ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ ഇഞ്ചിക്കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ
മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.